മറൈൻ ഡ്രൈവിൽ തിങ്ങിക്കൂടിയ കോൺഗ്രസ് പ്രവർത്തകരെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വളരെ ആവേശകരമായ പ്രസംഗം ഉണ്ടായി. അവിടെ കോൺഗ്രസ് നരേന്ദ്രമോദി സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട്, മോദിയുടെ വ്യക്തിപരമായ പല തീരുമാനങ്ങളെയും കടന്നാക്രമിച്ചുകൊണ്ട്, കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തോതിലുള്ള കുറ്റപ്പെടുത്തൽ നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. ശ്രീനാഥ്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത് കേരളത്തിൽ അദ്ദേഹം വന്ന കാലത്തൊന്നും കേൾക്കാത്തതില്ല. അതിലൊക്കെ അപ്പുറത്തെ ആവേശം നമുക്ക് കാണാം. അതിന്റെ വാക്കുകളിലും ഒപ്പം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ വൈകാരിക പ്രകടനങ്ങളിലും ഒക്കെ. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട പ്രസംഗം, അത് വളരെയധികം ആവേശകരമായ പ്രസംഗമായിരുന്നു. മാത്രമല്ല, അദ്ദേഹം മോദി സർക്കാരിന്റെ അഴിമതികൾ എണ്ണമിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രസംഗം മുന്നേറിയത്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ശ്രീനാഥ് ഉള്ളത് അവിടെ മറൈൻ ഡ്രൈവിലെ വലിയ ജനക്കൂട്ടത്തിന്റെ നടുക്കായിരിക്കാം. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അവിടെ ശബ്ദം ഒക്കെ കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അത്ര ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ GST പുനഃസംഘടിപ്പിക്കും. സ്വന്തം ആളുകളുടെ പുരോഗതി മാത്രമാണ് കേരളത്തിലെ സർക്കാർ ചെയ്യുന്നത്. പ്രളയകാലത്ത് കേരള ജനതയുടെ ഒരുമ കണ്ടു. സർക്കാർ കേരളത്തെ പുനർനിർമ്മിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പിണറായി സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു രാഹുൽ ഗാന്ധി. ഒപ്പം റഫേൽ ഇടപാടടക്കം പരാമർശിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റ് സമ്പന്നന്മാരുമായുള്ള ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട പദ്ധതി, അത് മിനിമം ഗ്യാരണ്ടി ഉറപ്പാക്കുക, മിനിമം ജീവിത നിലവാരം ഉറപ്പാക്കാനുള്ള പദ്ധതിയുടെ വിശദാംശങ്ങളും രാഹുൽ ഗാന്ധി ഇന്ന് മറൈൻ ഡ്രൈവിലെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹം നിരവധി നേതാക്കളുടെ സാന്നിധ്യത്തിൽ, കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ, പ്രവർത്തകർ പങ്കെടുത്ത സദസ്സിനെ സാക്ഷി നിർത്തിയാണ് രാഹുൽ ഗാന്ധി വികാരനിർഭരവും ഒപ്പം ആവേശകരവുമായ പ്രസംഗം നടത്തിയത്. കോൺഗ്രസ്